ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നത്തെ വീഡിയോ +2 വിദ്യാർത്ഥികൾക്കുള്ള അറബി ടെക്സ്റ്റിലെ ആദ്യത്തെ പാഠം അദ്ദർസുൽ അവ്വൽ ഖൈറുള്ള എന്ന പോയം ആണ്. അപ്പൊ ഈ പോയം ലില്ലാഹി ദർറുക്കി അന്തി ഊതീതിൽ ഉല ഫലഖദ് ജമുൽതി തബീഅതൻ യാ കൈറള കം ഫീകി മിൻ ജബലിൻ വകം ഹിസ്നിൻ വകം മിൻ ഗാബത്തിൻ ഹിയ മിൻ മനാളിറ അജ്മല وحديقة بسامة أزهارها تستقبل الزوار مع بشر حلا فيك الزروع وكأنما هي كسوة من سندس خضر كسيتي تجملا كم من جنان فيك تؤتي أكلها من تحتها الأنهار تجري سلسلا نشتاق ماءك فهو أحلى مشربا وجناك نهوى فهو أحلى مأكلا ولكم لراج مستراح فيك من ظل ظليل حبذا متظللا كم مسجد وكنيسة قد عانقا يا كيرل الحسناء فيك الهيكلا والساكنوك ذو التضامن بينهم مهما تبن أديانهم وذو الولا قد زاد خير الله فيك زيادة بل أنت خير الله شأنك قد علا إنا بنوك بنعمة من ربنا فلذاك نشكره شكورا أجزلا يا كيرلا نهواك حبا صادقا كالظام الصديان يهوى المنهلا. അപ്പൊ ഈ ഖൈറുള്ള എന്ന പദ്യം കേരളത്തെ സംബന്ധിച്ചാണ്. കേരളത്തിന്റെ ഭംഗിയും എല്ലാം ഉൾക്കൊള്ളിച്ച് കവി NK അഹമ്മദ് മൗലവി കണ്ണൂർ ജില്ലയിലെ കടവത്തൂര് എന്ന സ്ഥലത്ത് 1926 ജനിച്ച് അദ്ദേഹം വാഴക്കാട് എന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ പ്രാരംഭ വിദ്യാഭ്യാസത്തിനും പള്ളി ദർസുകൾക്കൊക്കെ ശേഷം വാഴക്കാട് എന്ന സ്ഥലത്തുള്ള ദാറുൽ ഉലൂം കോളേജില് ചേർന്ന് പഠിച്ചു. പിന്നെ പുളിക്കലെ മദീനത്തുൽ ഉലൂം എന്ന കോളേജിൽ നിന്ന് അഫ്ളലുൽ ഉലമ ഡിഗ്രി കരസ്ഥമാക്കി. അങ്ങനെ മാടായ് എന്ന സ്ഥലത്തെ ഒരു സ്കൂളില് അധ്യാപകനായി ജോലി ചെയ്തു. പിന്നെ തലശ്ശേരിയിലെ ഒരു സെക്കൻഡറി സ്കൂളിലും ജോലി ചെയ്തു. അവിടുന്ന് അദ്ദേഹം 1981 പെൻഷനായി. ഇതാണ് കവിയെപ്പറ്റി ഉള്ള ഒരു വിവരണം. പിന്നെ അദ്ദേഹം വളരെയധികം കവിതകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം വിദ്യാഭ്യാസ ബോർഡിലെ ഒരു അംഗമായിരുന്നു. ഈ പുസ്തകങ്ങളൊക്കെ അറബി ബുക്കുകൾ രചിക്കുന്ന കമ്മിറ്റിയിലെ കേരള വിദ്യാഭ്യാസ ബോർഡിലെ ഒരു മെമ്പറായിരുന്നു. അപ്പൊ ഇത്രയാണ് കവിയെ പറ്റി, കവി NK അഹമ്മദ് മൗലവിയെ പറ്റി ഉള്ള വിവരങ്ങൾ. അപ്പൊ നമുക്ക് അതിന്റെ ആദ്യമായിട്ട് അദ്ദേഹത്തെ പറ്റിയുള്ള അറബി ടെക്സ്റ്റ് ഒന്ന് വായിച്ച് അർത്ഥം വെക്കാം. അപ്പൊ വാക്കുകളുടെ അർത്ഥം പഠിച്ചാലേ ഭാഷയിൽ നമുക്ക് അറിവുണ്ടാവുള്ളൂ. വെറുതെ +2 അല്ലെങ്കിൽ
ആ, മറ്റുള്ള പരീക്ഷകൾ ജയിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഓരോ ട്രിക്ക് ഉപയോഗിച്ച് പഠിച്ച അതും വേണം, അത് വേണ്ടാന്നല്ല പറയുന്നത്. പക്ഷെ ഭാഷ അറിയണമെങ്കിൽ, ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയണമെങ്കിൽ നമ്മൾ വേർഡ്സിന്റെ അർത്ഥം പഠിക്കണം. അതിൽ എത്ര വേർഡ്സ് നമുക്ക് അറിയോ അത്രയും നല്ലതാണ് ഒരു ഭാഷ കൈകാര്യം ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് നോക്കാം. അഷായർ, അനിഷായരി. ഇവിടെ അനിഷായരി എന്ന അപ്പൊ അനിഷായരി, കവിയെ കവിയെ പറ്റി എന്താണ് പറയുന്നത്? ഉലിത ഷായറു, ഷായർ കവി ജനിച്ചു. വലത എന്ന് പറയുന്ന അറബിയിലെ മാദിയായ ഫിയലാണ്. അതിന്റെ മജ്ഹൂലായ ഫോമാണ് ഉലിത. കവി ജനിച്ചു. അഹമ്മദ് ബിൻ കുഞ്ഞഹമ്മദ്, കവിയുടെ പേരാണ് അഹമ്മദ് ബിൻ കുഞ്ഞഹമ്മദ്. ഫി കടവത്തൂർ, കടവത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ബിമുഖാത്താത്തി കണ്ണൂർ, കണ്ണൂർ ജില്ലയില്, സന 1926, 1926 ബാദ ദിറാസത്തിൽ ഇബ്തിദായിയ, പ്രാരംഭ വിദ്യാഭ്യാസത്തിന് ശേഷം. ഇബ്തിദായിയ എന്ന് പറഞ്ഞാൽ പ്രാരംഭ വിദ്യാഭ്യാസത്തിന് ശേഷം, ദർസിൽ മസ്ജിദി, പള്ളി ദർസിനും ശേഷം. അപ്പോ പള്ളിയില് പിന്നെ ഓതുന്ന പതിവ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ പണ്ട് ഒക്കെ പള്ളിയിലായിരുന്നു അധികം കിതാബൊക്കെ ഓതിയിരുന്നത്. ഇപ്പോ പല കോളേജുകളൊക്കെ ആയി. അപ്പോ എന്നാലും ഈ പള്ളി ദർസിൽ നിന്ന് കുറെയൊക്കെ ഓതിയതിനു ശേഷമാണ് പിന്നെ കോളേജുകളിലേക്ക് പോവുക. അപ്പൊ പള്ളി ദർസിന് ശേഷം ഇൽത്തഹഖ, അദ്ദേഹം ചേർന്നു ബി കുല്ലിയത്തി ദാറുൽ ഉലൂം, ദാറുൽ ഉലൂം എന്ന കോളേജിൽ, ബി വാഴക്കാടുള്ള. സുമ്മ പിന്നെ ഹാസ, അദ്ദേഹം കരസ്ഥമാക്കി ഷഹാദത്ത അഫ്ളുൽ ഉലമ എന്ന ഡിഗ്രി കരസ്ഥമാക്കി. മിൻ കുല്ലിയത്തി മദീനത്തുൽ ഉലൂം ബി പുളിക്കൽ എന്ന സ്ഥലത്തുള്ള മദീനത്തുൽ ഉലൂം കോളേജിൽ നിന്ന് കരസ്ഥമാക്കി. വബഅദ ദാലിക, അതിനുശേഷം അമില, അദ്ദേഹം ജോലി ചെയ്തു, മുദർരിസൻ, അധ്യാപകനായിട്ട്, ബി മദ്രസത്തി മാടായി എന്ന സ്ഥലത്തുള്ള മദ്രസയില്, സ്കൂളില്. വൽ മദ്രസത്തിൽ മുബാറക്കത്തി അസാനവിയത്തി ബി തലശ്ശേരിയിലെ സെക്കൻഡറി സ്കൂളിലും അദ്ദേഹം ജോലി ചെയ്തു. വതഖാദ, അദ്ദേഹം പെൻഷനായി. തഖാദ അൻഹ, അദ്ദേഹം പെൻഷനായി. സന 1981, അദ്ദേഹം പെൻഷനായി. അപ്പോ പിന്നെ കാന ഷെയ്ഖു എൻ കെ അഹമ്മദ്, ഷെയ്ഖ് അഹമ്മദ് എൻ കെ അഹമ്മദ് ആയിരുന്നു ഷായറൻ നശീത്തൻ ബലീഗൻ. ഷായറൻ നശീത്തൻ എന്ന് പറഞ്ഞാൽ വളരെ എന്തൂസിയാസ്റ്റിക്കായ ഒരു കവിയായിരുന്നു. വളരെ ബലീഗൻ എന്ന് പറഞ്ഞാല് ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ വളരെയധികം കഴിവുള്ള ഒരു കവിയായിരുന്നു. കാന, അദ്ദേഹം ആയിരുന്നു ഉളുവൻ, ഒരു മെമ്പറായിരുന്നു. ഉളുവ എന്ന് പറഞ്ഞാൽ മെമ്പർ. ഫി ലജ്നത്തി തൈലീഫിൽ കുത്തുബി ദിറാസിയത്തിൽ അറബിയ, അറബി ഭാഷയിലെ കിതാബുകള്
രചിക്കുന്നതിലെ കമ്മിറ്റിയിലെ ഒരു മെമ്പറായിരുന്നു മദാരിസ് കേരളത്തിലെ സ്കൂളുകൾക്ക് വേണ്ടി. വലഹു അദ്ദേഹത്തിനുണ്ട് അഷാറും ഗസീറത്തും, വളരെയധികം പദ്യങ്ങളുണ്ട്. വസ്ഫില് എന്ന് പറഞ്ഞാല് വിശേഷിപ്പിക്കുക, ഒരാളെ വിശേഷിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ വിശേഷിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ വിശേഷിപ്പിക്കുക, അങ്ങനെയുള്ള ആ കാര്യത്തിൽ മദഹ്, ഇതൊക്കെ പദ്യങ്ങളുടെ ഒരു വകുപ്പാണ്. മദഹ് എന്ന് പറഞ്ഞാൽ പുകഴ്ത്തി പാടുക. വറസ അനുശോചന ഗാനങ്ങള്, വൈരിഹ അതല്ലാത്ത മിനൽ അൽവാനി ഷാരിയ, പദ്യങ്ങളുടെ വകുപ്പുകളിൽ നിന്നുള്ള ഈ പറയുന്ന വകുപ്പുകളൊക്കെ. യംതാസു ഷാറുഹു, അദ്ദേഹത്തിന്റെ പദ്യം വേറിട്ട് നിൽക്കും. ബിൽ അസാലീബി അൽ ബസീത്തത്തി, ശൈലികളെ കൊണ്ടും. വൽ ഖവാഫി അസ്സഹലത്തി, കാഫിയ എന്ന് പറഞ്ഞ പ്രാസം. അപ്പോ പ്രത്യേക ശൈലികളെ കൊണ്ടും വളരെ എളുപ്പമുള്ള പ്രാസങ്ങളെ കൊണ്ടും അദ്ദേഹത്തിന്റെ പദ്യങ്ങള് വേറിട്ട് നിൽക്കുന്നു. ഇതാണ് കവിയെ പറ്റിയുള്ള വിവരണം. അപ്പൊ ഈ അർത്ഥം പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് കവിയെ പറ്റി വിവരിക്കാൻ പറഞ്ഞാൽ, പരീക്ഷയ്ക്ക് വിവരിക്കാൻ പറഞ്ഞാലൊക്കെ ഇത് വളരെ എഴുതാൻ പറ്റുന്നതാണ്. കാണാതെ പഠിക്കാതെ തന്നെ അർത്ഥം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം. ഇനി നമുക്ക് പദ്യത്തിന് ഒന്ന് വിശദീകരിക്കാം. ഇവിടെ ലില്ലാഹി ദർറുക്കി അന്തി ഊതീത്തിൽ ഉല, ലില്ലാഹി ദർറുക്കി അന്തി ഊതീത്തിൽ ഉല ഫലഖദ് ജമുൽതി തബീഅതൻ യാ കൈറള. ഇവിടെ പദ്യത്തിന്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. യുഹാത്തിബു ഷായറു, കവി സംസാരിക്കുന്നു. വത്തനഹു, അദ്ദേഹത്തിന്റെ രാജ്യത്തോട്, കേരള. അൽ ജമീല, ഭംഗിയുള്ള അദ്ദേഹത്തിന്റെ കേരളം എന്ന അദ്ദേഹത്തിന്റെ ജന്മ രാജ്യത്തോട് സംസാരിക്കുന്നു. യഖൂലു ലഹ, അതിനോട് അദ്ദേഹം പറയുന്നു. എന്ത്? അപ്പൊ കേരളത്തോടാണ് പറയണത്. അന്തി എന്ന് പറഞ്ഞാൽ, ഇവിടെ അന്തി എന്ന് പറയുന്നത് സാധാരണ സ്ത്രീകളോട് സംസാരിക്കുമ്പോഴാണ്. അപ്പൊ ഇവിടെ കേരളത്തെ ഒരു ഫെമിനിൻ ജെൻഡർ ആയിട്ടാണ്, ഒരു സ്ത്രീലിംഗമായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് അന്തി, അല്ലെങ്കിൽ അന്ത എന്നാണ് പറയുക. അന്തിദാത്തി ഹല്ലിൻ, നീ വളരെ ഭാഗ്യവതിയാണ്, ആണ് ലില്ലാഹി ദർറുക്കി എന്നതിന്റെ അർത്ഥമാണ് അന്തിദാത്തി ഹല്ലിൻ, നീ വളരെ ഭാഗ്യവതിയാണ്. വാഫിരിൻ ബിഹാദിഹി തബിയാത്തിൽ ബദിയാത്തി, ഈ ആശ്ചര്യകരമായ ഈ പ്രകൃതി ഭംഗി കൊണ്ട്, ഈ പ്രകൃതി ഭംഗിയാൽ നീ വളരെ ഭാഗ്യവതിയാണ്. വഫീക്കി, നിന്നിലുണ്ട്. ജിബാലുൻ, പർവ്വതങ്ങളുണ്ട്. വഹുസൂനുൻ, കോട്ടകളുണ്ട്. അപ്പൊ പർവ്വതങ്ങളും കോട്ടകളും ഒക്കെ നിന്നിലുണ്ട്. വഗാബാത്തുൻ കസീഫത്തുൻ, ഇടതിങ്ങി നിൽക്കുന്ന കാടുകളുണ്ട്. ഗാബാത്ത്, കാടുകൾ. കസീഫത്ത്, വളരെ ഇടതിങ്ങി നിൽക്കുന്നത്. ഷാറുൻ കസീഫ എന്ന് പറഞ്ഞ ഇടതിങ്ങി വളരുന്ന മുടി എന്നൊക്കെ പറയും. അപ്പൊ കസീഫ. അപ്പൊ കൊല്ലുഹാദ, ഇതെല്ലതും കത് ജാലക്കി, നിന്നെ ആക്കിയിരിക്കുന്നു. ജമീലത്തൻ, വളരെ ഭംഗിയുള്ളതാക്കിയിരിക്കുന്നു. അപ്പോ അതാണ് ലില്ലാഹി ദർറുക്കി അന്തി ഊതീത്തിൽ ഉല ഫലഖദ് ജമുൽതി തബീഅതൻ യാ കൈറള. പിന്നെ കം ഫീകി മിൻ ജബലിൻ വകം ഹസ്നിൻ വകം മിൻ ഗാബത്തിൻ ഹിയ മിൻ മനാദിറ അജ്മല. ഈ രണ്ടുപേരുടെ വിശദീകരണമാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ അടുത്തത് വഹാദിഹിൽ ഹദായിഖു, ഈ തോട്ടങ്ങളൊക്കെ. വഅസ്ഹാറുഹ, അതിന്റെ പൂക്കളും. തബ്തസിമു കുല്ലൽ ഇബ്തിസാമത്തി, വളരെ കുല്ലൽ ഇബ്തിസാമത്തി എന്ന് പറഞ്ഞാല് വളരെയധികം
സന്തോഷത്തോടുകൂടി പുഞ്ചിരിക്കുന്നു. വതസ്തഖ്ബിലു കുല്ലൽ ഇസ്തിഖ്ബാലി, ആ, അത് സ്വീകരിക്കുന്നു. മൻ യസൂറുഹ, അതിനെ സന്ദർശിക്കുന്നവരെ, കേരളത്തെ സന്ദർശിക്കുന്നവരെ ഒക്കെ അത് വളരെ 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 സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും വളരെ പുഞ്ചിരിച്ച് അതിനെ സ്വീകരിക്കുകയും, മാ ഫറഹിം വ സുറൂർ, വളരെ സന്തോഷത്തോടുകൂടി. ഫറഹ് സുറൂർ രണ്ടും ഒരു മീനിങ് തന്നെയാണ്. മാ ഫറഹിം വ സുറൂറിൻ, വളരെ സന്തോഷത്തോടുകൂടി. അങ്ങനെ ഫയക്കൂനു സുവാറു, സുവാറ് സന്ദർശകര്, യക്കൂനു സുവാറു സന്ദർശകരാകും. മുൻസരിഹീന, മനം കുളിർത്തവരാകും എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷവാന്മാരാകും. ബിഹാദിഹിൽ മനാളിരി അൽ ജമീല, ഈ ഭംഗിയുള്ള ഈ കാഴ്ചകള് കണ്ടിട്ട് അവര് വളരെ മനം കുളിർത്തവരായി, വളരെ സന്തോഷത്തോടുകൂടി സന്തോഷമുള്ളവരായി തീരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് അതിന്റെ ഹദീഖത്തിൻ ബസ്സാമത്തിൻ അസ്ഹാറുഹ, ഇതാണ് ആ വരി. ഹദീഖത്തിൻ തോട്ടം, ബസ്സാമത്തിൻ അസ്ഹാറുഹ പൂക്കൾ പുഞ്ചിരിക്കുന്നു. തസ്തഖ്ബിലു സുവാറ സന്ദർശകരെ സ്വീകരിക്കുന്നു. മായ ബിശരിൻ ഹല സന്തോഷത്തോടുകൂടി. ഫീക്ക് സുറൂഉ കഅന്നമാ ഹിയ കിസ്വത്തുൻ, നോക്കാം. അന്തി ജമീലത്തുൻ ജിദ്ദൻ, നീ വളരെ ഭംഗിയുള്ളവളാണ്. ബിഹാദിഹിൽ മസാരി അൽ ഹദിറത്തി, ഈ പച്ചപ്പുള്ള കൃഷിസ്ഥലങ്ങളെ കൊണ്ട്. കസിയാബിൻ മിൻ സുന്ദുസിൻ, പട്ടുനാലുള്ള വസ്ത്രങ്ങൾ പോലെ. ഒഫീക്ക്, നിന്നിലുണ്ട്. അയലൻ, അഗൈൻ, വീണ്ടും. ജന്നാത്തുൻ നഈമിൻ, അനുഗ്രഹീതമായ തോട്ടങ്ങളുണ്ട്. അനുഗ്രഹീതമായ തോട്ടങ്ങളുണ്ട്. തജ്രിൽ അൻഹാറു, പുഴകൾ ഒഴുകുന്നു. അല വാദിഹ, അതിന്റെ സൈഡിൽ കൂടി. അതിന്റെ സൈഡിൽ കൂടി, ആ തോട്ടങ്ങളുടെ സൈഡിൽ കൂടി പുഴകൾ ഒഴുകുന്ന വളരെയധികം അനുഗ്രഹീതമായ തോട്ടങ്ങളുണ്ട്. വഫീഹ, തോട്ടങ്ങളിലുണ്ട്. മൗക്കൂലാത്തുൻ മുതനവ്വഅത്തുൻ, വിഭിന്നങ്ങളായ ഭക്ഷ്യവസ്തുക്കളുണ്ട്. ആ തോട്ടങ്ങളില് വിഭിന്നങ്ങളായ ഭക്ഷ്യവസ്തുക്കള് വളരുന്നുണ്ട്. അപ്പോ ഇവിടെ പദ്യം, ഫീക്ക് സുറൂഉ കഅന്നമാ ഹിയ കിസ്വത്തുൻ. ഫീക്ക് സുറൂഉ, നിന്നിലുണ്ട്. സുറൂഉ എന്ന് പറഞ്ഞാൽ കൃഷികള്. കഅന്നമാ ഹിയ കിസ്വത്തുൻ, അത് ഒരു ഉടുപ്പ്, ഒരു വസ്ത്രം ആയതുപോലെ. മിൻ സുന്ദുസിൻ, പട്ടിനാലുള്ള. ഹുദരിൻ, പച്ച. കുസീത്തി തജമ്മുല, അത് നിന്നെ വളരെ ഭംഗിയായി ആ വസ്ത്രം ഉടുപ്പിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള കൃഷികളുണ്ട്. അപ്പൊ കൃഷിയെ കവി വർണ്ണിച്ചത് ഒരു മിൻ കിസ്വത്തുൻ മിൻ സുന്ദുസിൻ, ഒരു പട്ടുവസ്ത്രത്തിനോടാണ് കവി കൃഷികളെ ഈ ഉപമിച്ചിരിക്കുന്നത്. കമ്മിൻ ജനാനിൻ, എത്ര എത്ര തോട്ടങ്ങൾ. കം എന്ന് പറഞ്ഞാൽ എത്ര, എത്ര എത്ര തോട്ടങ്ങളുണ്ട്. ഫീക്ക്, നിന്നില്. തൂത്തി ഉക്കുലഹ, അതിന്റെ ഭക്ഷ്യവസ്തുക്കളെ നീ കൊടുക്കുന്നു. മിൻ തഹ്തിഹാൽ അൻഹാറു, അതിന്റെ താഴെയുണ്ട് പുഴകളുണ്ട്. തജരി സൽസല, അത് പുഴകൾ ഒഴുകുന്ന പുഴകളുണ്ട്. അപ്പോ ഇത് നമ്മൾ നേരത്തെ അതിന്റെ അർത്ഥം പറഞ്ഞു. കമ്മിൻ ജിനാനിൻ ഫീക്ക്, ജിനാൻ എന്ന് പറഞ്ഞ തോട്ടങ്ങള്. ജന്നത്തിന്റെ പ്ലൂറലാണ് ജിനാന്. തൂത്തി ഉക്കുലഹ മിൻ തഹ്തിഹ, അതിന്റെ താഴെയുണ്ട്. അൻഹാർ, പുഴകള്. ആ തോട്ടങ്ങളുടെ താഴെ എന്ന് പറഞ്ഞാല് ഒരു പ്രയോഗമാണ്. തോട്ടങ്ങളിൽ കൂടി പുഴകൾ ഒഴുകുന്നു എന്നുള്ള അർത്ഥമാണ്. തജ്രി സൽസല. പിന്നെ അപ്പൊ നഹനു, ഞങ്ങൾ. നഹനു എന്ന് പറഞ്ഞാല് ഞങ്ങൾ. അന എന്ന് പറഞ്ഞാൽ ഞാന്. നഹനു, ഞങ്ങൾ. അഹ്ലു കേരള,
കേരളത്തിന്റെ അഹലുകാര്, കേരളത്തിന്റെ ആളുകള്, നഹനു അഹ്ലു കേരള, ഞങ്ങള് കേരളത്തിലെ ആളുകള്, നസ്താഖു ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഇലാ മാഇൻ വെള്ളത്തെ, വെള്ളം, തഹൂരിൻ വളരെ ശുദ്ധിയുള്ള വെള്ളം ഞങ്ങള് ആഗ്രഹിക്കുന്നു, മിൻ മവാരിദിക്ക് സാഫിയ വളരെ പ്യുവറായ, വളരെ പ്യുവറായ നിന്റെ വെള്ളത്തിന്റെ ഉറവിടങ്ങളിൽ നിന്ന്, സോഴ്സ് ഓഫ് വാട്ടറിൽ നിന്ന് ഞങ്ങള് നിന്റെ വളരെ ശുദ്ധിയുള്ള വെള്ളം ആഗ്രഹിക്കുന്നു. വനുഹിബു ഞങ്ങൾ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, വനുഹിബു ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, അന്നകുല ഭക്ഷിക്കുവാൻ, ഞങ്ങൾ ഭക്ഷിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. വനുഹിബു ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, അന്നകുല ഭക്ഷിക്കുവാൻ, മിൻ ജന്നാതിക നിന്റെ തോട്ടങ്ങളിൽ നിന്ന്, മുന്തജാത്തിഹ അതിന്റെ ഉൽപ്പന്നങ്ങളെ, മുന്തജാത്ത് ഉൽപ്പന്നങ്ങൾ, ജന്നാത്ത് തോട്ടം, ജിനാന് തോട്ടങ്ങൾ, ജന്നത്ത് തോട്ടം, ജിനാന് തോട്ടങ്ങള്, നകുല ഞങ്ങൾ ഭക്ഷിക്കുക, നുഹിബു ഞങ്ങൾ ഇഷ്ടപ്പെടുക, ആയത് ഉഹിബു ഞാൻ ഇഷ്ടപ്പെടുക, നുഹിബു ഞങ്ങൾ ഇഷ്ടപ്പെടുക, ആക്കുലു ഞാൻ തിന്നാന്, അന്നകുല ഞങ്ങൾ തിന്നാന്, മുന്തജാത്ത് ഉൽപ്പന്നങ്ങളാൽ, ലതീത വളരെ രുചികരമായ, അസായിക വളരെ രുചികരമായ അതിന്റെ ഉൽപ്പന്നങ്ങൾ ഭക്ഷിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഫീക്കി പിന്നെ നിന്നിലുണ്ട്, ലില്ലുൻ മുരീഹുൻ സന്തോഷിപ്പിക്കുന്ന തണല്, തണലുകളുണ്ട്, ലിമൻ യുരീദു റാഹത്ത മിൻകി റാഹത്ത് വിശ്രമം ആവശ്യമുള്ളവർക്ക് ആ മരത്തിന്റെ ഒക്കെ ചുവട്ടിലിരുന്ന്, ആ ഷേഡിലിരുന്ന്, ആ തണലിലിരുന്നിട്ട് വിശ്രമിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ അവിടവിടങ്ങളായി മരങ്ങളും എല്ലാം ഉണ്ട്. അത് നിനക്ക് തണല് തരുന്നു, നിനക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം പ്രദാനം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പദ്യത്തിന്റെ വരി നോക്കാം. നസ്താഖുമാ അക്കി നിന്റെ വെള്ളം ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ബഹുവ അഹ്ലാ മസ്റബ അത് വളരെ മധുരമുള്ള അതാണ്, നിന്റെ വളരെ മധുരമുള്ള ആ വെള്ളം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വജനാക്കി നിന്റെ തോട്ടങ്ങള്, നഹ്വ ബഹുവ അഹ്ലാ മഅ്കല അതും വളരെ മധുരമുള്ള തീറ്റ സാധനങ്ങള്, ഭക്ഷ്യ വസ്തുക്കള് ഉള്ള നിന്റെ തോട്ടങ്ങളും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോ ونحب أن نأكل من جناتك منتجاتها اللذيذة سائغة فيه ظل مريح لمن يريد الراحة منك. പിന്നെ വഅന്തി ഗനിയ്യത്തുൻ നീ വളരെ ഐശ്വര്യവതിയാണ്, ബിൽ മആമിദിൽ മുഖ്തലിഫ വിഭിന്നങ്ങളായ ആരാധനാലയങ്ങൾ കൊണ്ട്. മആബിദ് എന്ന് പറഞ്ഞാല് ആരാധനാലയങ്ങൾ, മആബിദ് ആരാധനാലയങ്ങൾ, അൽ മുഖ്തലിഫ വിഭിന്നങ്ങൾ, വളരെ വിഭിന്നങ്ങളായ ആരാധനാലയങ്ങൾ കൊണ്ട് നീ ഐശ്വര്യവതിയാണ്. ഏതുപോലെയൊക്കെ മസാജിദിൻ മുസ്ലിമീന മുസ്ലിങ്ങളുടെ പള്ളികൾ പോലെ, എന്ന് പറഞ്ഞ അവിടെ പോലെ എന്നുള്ള അർത്ഥം. മസാജിദിൽ മുസ്ലിമീന മുസ്ലിങ്ങളുടെ പള്ളികൾ പോലെ, കനായിസിൻ നസാറ ക്രിസ്ത്യാനികളുടെ കനീസകൾ പോലെ, അവരുടെ ചർച്ചുകൾ. അപ്പൊ നമ്മുടെ മോസ്ക്, ഇംഗ്ലീഷിൽ മോസ്ക്, മുസ്ലിങ്ങളുടെ മോസ്ക്, കനായിസിൻ നസാറ ക്രിസ്ത്യാനികളുടെ ചർച്ചുകൾ. വഹയാക്കിലിൽ ഹനാദിക്ക് ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ പോലെ. ഇങ്ങനെ വിഭിന്നങ്ങളായ ആരാധനാലയങ്ങൾ കൊണ്ട് നീ വളരെ ഐശ്വര്യവതിയാണ്.
വഹാദിഹിൽ മആബിദു, ഈ ആരാധനാലയങ്ങൾ, കുല്ലുഹ എല്ലതും, തൂഹി റിസാലത്ത് തസാമുഹി, തൂഹി എന്ന് പറഞ്ഞാല് ആശയം കൈമാറുന്നു, ആശയങ്ങൾ കൈമാറുന്നു. റിസാലത്ത് തസാമുഹി, തൂഹി റിസാലത്ത് തസാമുഹി, വിട്ടുവീഴ്ചയുടെ ഒരു റിസാല, സന്ദേശം കൈമാറുന്നു. അസ്ബിയത്തിൻ വ തതറുഫിൻ, അസ്ബിയത്ത് എന്ന് പറഞ്ഞാല് മതാന്തത, തതറുഫ് തീവ്രവാദം, തീവ്രവാദവും അങ്ങനെ മതഭ്രാന്തും ഒന്നും ഇല്ലാതെ പരസ്പരം സന്തോഷത്തോടും സ്നേഹത്തോടും ഐക്യത്തോടും കൂടി ജീവിക്കാനുള്ള ഒരു സന്ദേശം, ഇതെല്ലാം ഈ ആരാധനാലയങ്ങളെല്ലാം ആ സന്ദേശം കൈമാറുന്നു. അതാണ് ഈ വരികളുടെ അർത്ഥം. വലക്കം ലിറാജിൻ മുസ്തറാഹിൻ മിൻ ഫീകി മിൻ ളില്ലിൻ ളലീലിൻ ഹബ്ബദാ മുതല്ലല, അത് കഴിഞ്ഞതിന്റെ തണല് പ്രദാനം ചെയ്യുന്നു. പിന്നെ കമ്മിൻ മസ്ജിദിൻ വ കനീസത്തിൻ ഖദ് ആനഖ, കണ്ടാ, ഇവിടെ മസ്ജിദ്, പള്ളികള്, കനീസത്ത്, ഖദ് ആനഖ, അത് പരസ്പരം ആലിംഗനം ചെയ്ത് നിൽക്കുന്നു. യാ കൈറള അൽ ഹസനാഉ ഫീക്കിൽ ഹൈക്കല. അപ്പോ ഇതാണ് അവരുടെ അർത്ഥം. അങ്ങനെ ഫസ്സാക്കിനൂക്കി വാന്തി സഈദത്തുൻ, നീ വളരെ ഭാഗ്യവതിയാണ്. ബിഖൈരിൻ കസീരിൻ, വളരെയധികം നന്മകളാൽ മിൻ നിഅമില്ലാഹി തആല, അള്ളാഹുവിന്റെ നിയമത്തുകളാൽ വളരെയധികം നീ ഭാഗ്യവതിയാണ്. വബിഹാദൽ ഖൈരി, ഈ ഖൈറുകളെ കൊണ്ട് ഖദ് സുമ്മീതി, നിനക്ക് പേര് വെക്കപ്പെട്ടു. വിലായത്ത് ഖൈറില്ല, ഖൈറുള്ള എന്ന രാജ്യം എന്നുള്ള ഈ രാജ്യത്തിന് ഖൈറുള്ള എന്നുള്ള പേര് വെക്കപ്പെട്ടു. ഇപ്പൊ കേരള, അങ്ങനെ അത് കേരള ആയി എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം ഖൈറുള്ള എന്ന പേരാണ് അറബികൾ വിളിച്ചിരുന്നത്. അറബികൾ ഇവിടെ കച്ചവടത്തിനൊക്കെ വന്ന് അന്ന് വളരെയധികം ഈ ഭംഗിയും ഈ വിഭവങ്ങളും എല്ലാം കണ്ട് അവർക്ക് വളരെ സന്തോഷമായി. അങ്ങനെ അവര് ഈ രാജ്യത്തിന് ഖൈറുള്ള എന്നുള്ള ഒരു പേര് വെച്ചു. അത് പിന്നീട് അതങ്ങനെ പറഞ്ഞിട്ടാണ് കേരള എന്ന് ആയതാണെന്നാണ് കവി പറയുന്നത്. വാന്തി സായിദത്തും ബി ഖൈറില്ല ഖസീരിൻ, വളരെയധികം ഖൈറുകളെ കൊണ്ട് നീ ഭാഗ്യവതിയാണ്. മിൻ നിഅമില്ലാഹി തആല വബിഹാദൽ ഖൈരി, ഈ ഖൈറുകളെ കൊണ്ട് ഖദ് സുമ്മീതി, സുമ്മീതി എന്ന് പറഞ്ഞാൽ നിനക്ക് പേര് വെക്കപ്പെട്ടു. സുമ്മീതി, നിനക്ക് പേര് വെക്കപ്പെട്ടു. വിലായത്ത് ഖൈറുള്ള എന്ന രാജ്യത്തിന് പേര് വെക്കപ്പെട്ടു. അങ്ങനെ ഖൈറുള്ള, അങ്ങനെ അത് കേരളായി ആണ് ഇവിടെ പറയുന്നത്. ഫസ്സാക്കിനൂക്കി ദൗൽ തളാമുനി ബൈനഹും മഹ്മാത്ത് ബിൻ അദിയാനഹും വദൗൽ വല ഖദ് സാദ ഖൈറുല്ലാഹി ഫീകി സിയാദതൻ ബൽ അൻതി ഖൈറുല്ലാഹി ശഅനുകി ഖദ് അല. അതാണ് ആ ഇവരുടെ മീനിങ് ഇപ്പൊ ഈ പറഞ്ഞത്. പിന്നെ നഹ്നു അഹാലി കേരള, നഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങള്, അഹ്ലു കേരള എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ആളുകള്, അഹാലി കേരള, കേരളത്തിന്റെ ആളുകള്, നസ്കുറുല്ലാഹ തആല, അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നു, നന്ദി പറയുന്നു. ഞങ്ങള് അള്ളാഹുവിനോട് നന്ദി പറയുന്നു. എന്തിന്? അലാ ഹാദിഹിൻ നിഅമിൽ വാസിഅത്തി, ഈ വളരെ വാസ്റ്റായ ഈ അനുഗ്രഹങ്ങളുടെ മേൽ, അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നതിന് ഞങ്ങള് കേരളത്തിന്റെ അഹലുകാര്, കേരളത്തിന്റെ ആളുകള് അള്ളാഹുവിനോട് നന്ദി പറയാണ്. അൽവാസിയത്തി അല്ലത്തി അന്ന മഹാല ബിലാദിന, ഞങ്ങളുടെ രാജ്യത്തിന്മേൽ വർഷിച്ചിട്ടുള്ള ഈ നിയമത്തുകൾക്കൊക്കെ ഞങ്ങള്, കേരളത്തിന്റെ ആളുകളായ ഞങ്ങള് അള്ളാഹുവിനോട് നന്ദി പറയുന്നു എന്നാ പറയും. പിന്നെ വനഹ്നു നുഹിബ്ബു, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു, ബിലാദന, ഞങ്ങളുടെ രാജ്യത്തെ, മഹബ്ബത്തൻ ഖാലിസത്തൻ,
വളരെ നിഷ്കളങ്കമായ ഇഷ്ടപ്പെടൽ. കമാ യസ്താഖുൽ ലാമിഉ, ആഗ്രഹിക്കുന്നവൻ ദാഹിക്കുന്നവൻ ആഗ്രഹിക്കുന്നത് പോലെ, ഇലൽ മാഇ സാഫി, വളരെ പ്യുവറായിട്ടുള്ള വെള്ളം ആഗ്രഹിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ, ദാഹിക്കുന്നവന് വെള്ളം എത്ര ആവശ്യമുണ്ടോ, എത്ര അവന് ആഗ്രഹമുണ്ടോ, അത്രയും ഞങ്ങളുടെ രാജ്യത്തെ ഇഷ്ടപ്പെടുന്നു എന്നാ പറഞ്ഞു. അപ്പോ ഈ പദ്യം, ഇന്ന ബനൂക്കി, ഞങ്ങൾ നിന്റെ സന്താനങ്ങളാണ്, ബിനിയാമത്തിൻ മിൻ റബ്ബിന, വലിതാക്ക, അതുകൊണ്ട് നസ്കുറുഹു ശുക്കൂറൻ നജ്സല, യാ കൈറള നഹ്വാക്കി ഹുബ്ബൻ സാദിഖൻ കല്ലാമിസ് സദിയാനി യഹുവൽ മൻഹല. അപ്പോ ഇത്രയാണ് ഇന്നത്തെ ലെസൺ. ഇനി നാളെ ഇതിന്റെ ഈ അടുത്ത ഭാഗം എടുക്കാം. ദിറാസിയ നുജീബ് അനിൽ അസിലത്തിലാത്തിയ ഈ എക്സസൈസസ് നാളെ നമുക്ക് പറയാം ഇൻഷാ അല്ലാ. അപ്പൊ ഈ എപ്പിസോഡ്, അപ്പൊ ഇത് എല്ലാവരും ഒന്ന് നന്നായി പഠിച്ചാലേ പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അപ്പൊ എനിക്ക് അറിയണം എത്ര ആളുകൾ ഇത് പഠിക്കുന്നുണ്ട് എന്ന് അറിയാലോ, എത്ര കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് അറിയണം. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താലേ ഇനിയുള്ള എപ്പിസോഡ് നിങ്ങളിലേക്ക് എത്തും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.